ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള തേജസ് ന്യൂസിൻ്റെ ദേശീയ വർത്തമാനത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പെന്നാൽ ചില വൻമരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു വശത്ത് DMKയുടെ M കരുണാനിധിയും മറുവശത്ത് AIADMKയുടെ MG രാമചന്ദ്രനിൽ തുടങ്ങി ജയലളിതയിലേക്ക് നീണ്ട 40 വർഷത്തെ യുദ്ധം. പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിത്രം വ്യത്യസ്തമാണ്. കരുണാനിധി എന്ന കലൈഞ്ചറും തമിഴ് മക്കൾ അമ്മയെന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ജയലളിതയും വിട പറഞ്ഞ ദ്രാവിഡ മണ്ണിൽ ഇക്കുറി ആര് വാഴുമെന്നാണ് ചോദ്യം. മഹാമേരുക്കളില്ലാത്ത തിരഞ്ഞെടുപ്പിന് ചൂടും ചൂരും കുറയുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന ഭരണത്തിൻ്റെ ഗതി നിർണ്ണയിക്കും വിധം 18 അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നതിനാൽ പ്രധാന കളിക്കാരായ DMKയും AIADMKയുമായി തെറ്റിപ്പിരിഞ്ഞ് TTV ദിനകരൻ രൂപീകരിച്ച അമ്മ മക്കൾ മുന്നേറ്റ കഴകം അഥവാ AMMKയും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIADMK ഭരണത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതാവും ഉപതെരഞ്ഞെടുപ്പ് ഫലം. 214 അംഗ സഭയിൽ DMKയേക്കാൾ 17 സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമേ നിലവിൽ സർക്കാരിന് ഉള്ളൂ. ഈ സാഹചര്യത്തിൽ കിട്ടാവുന്ന എല്ലാ പാർട്ടികളെയും ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളും. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലും കീഴ്വഴക്കങ്ങളെല്ലാം അട്ടിമറിച്ചുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാന ദേശീയ പാർട്ടികളായ കോൺഗ്രസ് DMK മുന്നണിയിലും BJP AIADMK മുന്നണിയിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. 2014 തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് ദേശീയ പാർട്ടികളെയും ദ്രാവിഡ പാർട്ടികൾ അവഗണിച്ചിരുന്നു. ആ സമയത്ത് നയിക്കാൻ കരുണാനിധിയും ജയലളിതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരു പാർട്ടികളും 20 സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു. അമ്മയും കലൈഞ്ചറുമില്ലാത്ത മത്സരത്തിൽ തങ്ങളുടെ നേതൃശേഷി തെളിയിക്കേണ്ടത് ഉണ്ടെന്നതിനാൽ DMKയുടെ MK സ്റ്റാലിനും AIADMKയുടെ എടപ്പാടി പളനിസ്വാമിക്കും പെന്നീർ സെൽവത്തിനും അഗ്നിപരീക്ഷയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. പ്രകടനം മോശമായാൽ ഇരുപക്ഷത്തും നേതൃത്വത്തിനെതിരായ കലാപക്കൊടി ഉയരുമെന്ന് ഉറപ്പ്. AMMKയുമായി തിരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള SDPI തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമായി മാറുന്നതിനും ഈ തിരഞ്ഞെടുപ്പ് സാക്ഷിയാവുമെന്ന് ഉറപ്പ്. സഖ്യത്തിൽ ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും രാഷ്ട്രീയവും പ്രാദേശികവും ജീവസന്ധാരണപരവുമായ കാരണങ്ങളൊക്കെ ആർക്ക് വോട്ട് നൽകണമെന്നത് നിശ്ചയിക്കുന്നു. ധർമ്മപുരി പാർലമെൻറ്റ് മണ്ഡലത്തിലെ കാരൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാണ്. വണ്ണിയരും ദലിതരും പലപ്പോഴും സംഘർഷത്തിലേക്ക് നീങ്ങാറുള്ള ഇവിടെ ജാതിയാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. തൊട്ടടുത്ത പപ്പിറെഡ്ഡി മണ്ഡലത്തിൽ 2012 ദലിതർക്കെതിരായ വണ്ണിയർ നടത്തിയ സംഘടിത ആക്രമണത്തിൻ്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. പപ്പിറെഡ്ഡി പട്ടിയിലും ഇക്കുറി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. PMK വണ്ണിയരുടെ താൽപ്പര്യങ്ങൾക്കൊപ്പമാണെന്ന ധാരണ ശക്തമായതിനാൽ പട്ടാളി മക്കൾ കക്ഷിയുമായുള്ള അണ്ണാ DMKയുടെ കൂട്ട് ദലിത് വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഉണ്ടാക്കിയേക്കും. ഇത് AIADMKയ്ക്ക് ക്ഷീണമുണ്ടാക്കും. PMKയുമായും BJPയുമായുമുള്ള ഭരണകക്ഷിയുടെ സഖ്യം അസ്വസ്ഥത സൃഷ്ടിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കൂടല്ലൂർ. ഇത് മാത്രമല്ല, ഈ ജില്ലയിൽ വണ്ണിയർ, ദലിത്, മത്സ്യത്തൊഴിലാളി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും അണ്ണാ DMKയുമായി അകൽച്ചയിൽ ആണ്. കഴിഞ്ഞ വർഷം ഗജ ചുഴലിക്കാറ്റ് താണ്ഡവമാടിയ ഏറ്റവും വലിയ തീരപ്രദേശങ്ങളിൽ ഒന്നായ ദേവനാപട്ടിനത്തിൽ ഭരണകക്ഷി നേതാക്കൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരാതിയുണ്ട്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും മേഖലയിൽ AIADMKയ്ക്ക് തിരിച്ചടിയാവും. തമിഴ്നാടിൻ്റെ അരിയിടങ്ങഴി എന്നറിയപ്പെടുന്ന തഞ്ചാവൂരിൽ ജാതി മാത്രമല്ല നിർണായകം. കല്ലാർ, മാരവർ, അകമുടിയാർ ഉപജാതികൾ ചേർന്ന തേവർമാർക്ക് ഭൂരിപക്ഷമുള്ളതാണ് തഞ്ചാവൂർ. ഇവിടെ പാർട്ടിക്കല്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് പ്രാധാന്യം. മാരവരും അകമുടിയറുകളും ജില്ലയിൽ തുല്യ ശക്തികളാണ്. ഇവർ 2 ദ്രാവിഡ പാർട്ടികൾക്ക് പിറകിൽ അടിയുറച്ച് നിൽക്കുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി മറന്ന് സ്ഥാനാർത്ഥിയെ നോക്കിയേ ഇവർ വോട്ട് കുത്തൂ എന്നൊരു പ്രത്യേകതയും ഉണ്ട്. തമിഴ്നാടിൻ്റെ ദേശീയ വർത്തമാനം ഇവിടെ തീരുന്നതല്ല, തുടരും.